شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ഈ രാവിൽ സംസാരിക്കുന്നത് ഇമാം മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചാണ്. അൽ മുന്തിരി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പല ആളുകൾക്കും ഓർമ്മ വരുന്ന ഒരു കൃതിയാണ് അത്തർഗീബ് വത്തർഹീബ്. ഹദീസ് പഠന മേഖലയിൽ പല വിദ്യാർത്ഥികളും ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, പല പണ്ഡിതന്മാർക്കും ഏറെ ഫലപ്രദമായിട്ടുള്ള പ്രയോജനപ്പെടുന്ന ഒരു കൃതിയാണ് അത്തർഗീബ് വത്തർഹീബ്. ആ പേരിൽ തന്നെ എന്താണ് അതിലടങ്ങിയിട്ടുള്ളത് എന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച്, മഹത്വത്തെ സംബന്ധിച്ച്, അള്ളാഹു പ്രഖ്യാപിച്ച, അള്ളാഹു വാഗ്ദാനം ചെയ്ത ചില ഫضലുകളെ സംബന്ധിച്ച് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിപാദിക്കുന്ന ഹദീസുകൾ, തർഗീബായ, അത് ചെയ്യാൻ വല്ലാതെ നമ്മളോട് ആഗ്രഹം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഹദീസുകൾ, അതാണ് അത്തർഗീബ്. പിന്നെ അത്തർഹീബ്, ഭയപ്പെടുത്തുന്ന ചില സംഗതികൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ, ദുരന്ത ഫലങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കാതെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ കാറ്റിൽ പറത്തി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇഹപരത്തിലും ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരുപാട് ചില സംഭവങ്ങൾ ഉണ്ടാകും, ഹദീസുകൾ ഉണ്ടാകും. അത്തരം ഹദീസുകളാണ് തർഹീബ് കാറ്റഗറിയിൽ വരുന്നത്. ഇവ രണ്ടിനെയും അദ്ദേഹം ഒരു ഗ്രന്ഥമാക്കി, ഒരു സംസ്കരണത്തിന് വേണ്ടി, പഠനത്തിന് എളുപ്പമാകുന്നതിന് വേണ്ടി വളരെ ലളിത രൂപത്തിൽ ഹദീസുകളെ ക്രോഡീകരിക്കുകയാണ് ഇമാം മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത്. ഇമാം മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ പേര് മുന്തിറ എന്ന് പറയുന്ന സിറിയയിലെ ഒരു സ്ഥലത്തേക്ക് ചേർത്ത് പറഞ്ഞതുകൊണ്ടാണ് മുന്തിരി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ദാലാണ്, ദാലിന് പുള്ളിയുള്ള ദാല്, മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാൽ അദ്ദേഹം ജനിച്ചത് ഈജിപ്തിലാണ്. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 581 അദ്ദേഹത്തിൻ്റെ കുടുംബമാകട്ടെ സിറിയക്കാരുമാണ്. എന്നാൽ സിറിയൻ, പ്രത്യേകിച്ച് ആ ഷാമിലുള്ള ആളുകളായിരുന്നു അധികവും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായിട്ടുണ്ടായിരുന്നത്. 581 ഹിജറയിൽ അദ്ദേഹം ജനിച്ചു ഈജിപ്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ അലീം ഇബ്നു അബ്ദുൽ ഖവി ഇബ്നു അബ്ദില്ല അൽ മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഈ അബ്ദുൽ അലീം, അബ്ദുൽ ഖവി എന്നുള്ള പേരൊന്നും എന്ത് ചെയ്തിട്ടില്ല, അധികം ആളുകളും അത് കേട്ട് പരിചയിച്ചിട്ടുണ്ടാവില്ല. അധികവും അൽ മുന്തിരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടു പോന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്ന അത്തർഗീബ് വത്തർഹീബ്. നമുക്കറിയാം, ഹദീസ് വിജ്ഞാന മേഖലയിൽ നന്നായി അവഗാഹമുള്ള, അറിവുള്ള ഒരാളായിരുന്നു ഇമാം മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹദീസുകൾ പഠിക്കാൻ അദ്ദേഹം ഒരുപാട് ആവേശം കാണിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മക്കയിലും മദീനയിലും ഡമസ്കസിലുമൊക്കെ, അലപ്പോയിലും ഹറാനിലുമൊക്കെ അദ്ദേഹം അറിവന്വേഷിച്ച് യാത്ര ചെയ്തതായി അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. കൈറോയിലെ അൽ-ഖാഹിറയിലെ, ഈജിപ്തിലെ അൽ-ഖാഹിറയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് ദാറുൽ ഹദീസ് അൽ-കാമിലിയ. ആ സ്ഥാപനത്തിൽ ദീർഘകാലം ഒരു അധ്യാപകനായും അവിടുത്തെ പ്രിൻസിപ്പളായും ഒരു അമീദായും ഒക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അറിവിനോട് വല്ലാത്ത സ്നേഹവും ആ അറിവുകളോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും എത്രത്തോളമായിരുന്നു എന്നാൽ സ്വന്തം മകൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പോലും അദ്ദേഹം അറിവ് നൽകിയിരുന്ന സദസ്സിൽ നിന്ന് എണീറ്റിട്ടില്ല എന്നാൽ. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ മകൻ്റെ മയ്യത്തിൻ്റെ അരികിലേക്ക് പോയ സംഭവങ്ങളെ, അത് അറിവിനോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ സൂചിപ്പിക്കുന്നതായി ചില പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചത് പറഞ്ഞുവെന്ന് മാത്രം. അത്രക്കും നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു എന്നർത്ഥം. ഒരുപാട് പണ്ഡിതന്മാർ, ഗുരുനാഥന്മാരായി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപാട് ശിഷ്യന്മാർ, വലിയ വലിയ പണ്ഡിതന്മാരായ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നമുക്കൊക്കെ സുപരിചിതമായ ഒരാളാണ് മഹാനായ ഇബ്നു ദഖീഖ് അൽ ഈദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ദഖീഖ് അൽ ഈദ് അഥവാ നമ്മൾ അധികവും ഇബ്നു ദഖീഖ് അൽ ഈദിനെ സംബന്ധിച്ച് വായിക്കുമ്പോൾ ഇജ്മാഉകൾ, അല്ലേ, ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇപ്പം ഇജ്മാ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും ഇബ്നു ദഖീഖ് അൽ ഈദിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച ഇജ്മാകൾ.
ഏതായാലും ഇബ്നു ദഖീഖുൽ ഈദ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നുവെന്ന് പറയാൻ. മാത്രമല്ല അബുൽ ഹയ്യാൻ അൽ അന്ദുലുസിയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രമുഖ ശിഷ്യഗണങ്ങളിൽ ഒരാളാണ്. ഇദ്ദേഹത്തിന് ഇസ്ലാമിക ലോകത്ത് വലിയ സ്ഥാനമാണ്. പണ്ഡിതന്മാർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അൽ ഹാഫിള് എന്നും ഷെയ്ഖുൽ ഹദീസ്, ആ നാട്ടിൽ അന്നത്തെ ഷെയ്ഖുൽ ഹദീസ് എന്ന പേരും അദ്ദേഹത്തിന് ചില പണ്ഡിതന്മാർ നൽകിയത് അദ്ദേഹത്തിന്റെ മനപ്പാഠ ശക്തിയെയും അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴത്തെയും പരിഗണിച്ചിട്ടാണ്. മാത്രമല്ല ഹദീസിലെ റാവിമാരെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്നെല്ലാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ രേഖപ്പെടുത്തി, മഹാനായ ഇമാം മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഒരു പണ്ഡിതനാണ്, തികഞ്ഞ മതഭക്തിയുള്ള ഒരാളാണ്. മാത്രവുമല്ല ഹദീസ് വിജ്ഞാനത്തിൽ ആഴമേറിയ അഗാധമായ ജ്ഞാനമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ പിന്നീട് ആ കാലഘട്ടത്തിൽ വേറെ ഉണ്ടായിരുന്നില്ല എന്ന് ചില മുഹദ്ദിസുകളെ സംബന്ധിച്ച് ഇമാം ദഹബി പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിലെ ആളെ സംബന്ധിച്ച് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് വായിക്കാൻ കഴിയും. അത് അദ്ദേഹത്തിന്റെ കറകളഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആദർശത്തെ നെഞ്ചേറ്റി ജീവിച്ച, അതിനുവേണ്ടി ജീവിച്ച ഏറ്റവും നല്ല ഒരു വിശ്വാസത്തിനുടമയായിരുന്നു എന്നെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ വായിച്ചു പോകേണ്ട വരികളാണ്. ഒരുപാട് കൃതികളുണ്ട്. പ്രധാനപ്പെട്ടതാണ് അത്തർഗീബ് വത്തർഹീബ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രസിദ്ധമായ കൃതി. വേറൊരു കൃതി മുഖ്തസറാണ്, മുഖ്തസർ സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിമിനെ അദ്ദേഹം ഷോർട്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രധാനപ്പെട്ട ഹദീസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുഖ്തസർ സ്വഹീഹ് മുസ്ലിം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുറേ മുഖ്തസറുകൾ കാണട്ടോ, സ്വഹീഹ് മുസ്ലിമിനും കാണാം, സ്വഹീഹ് ബുഖാരിക്കൊക്കെ കുറേ മുഖ്തസറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാർ രചിച്ചത് കാണാൻ കഴിയും. മുഖ്തസർ സുനൻ അബി ദാവൂദ്, അൽ മജ്മുഉൽ കബീർ, അൽ മുഅ്ജമുൽ കബീർ അല്ലേ, ഈ അബൂ ദാവൂദിന്റെ സുനനിനെ അദ്ദേഹം മുഖ്തസറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ മുഅ്ജമുൽ കബീർ എന്ന് പറയുന്ന കൃതിയും ഇമാം അബ്ദുൽ അലീം ഇബ്നു അബ്ദുൽ ഖവി എന്ന ഇമാം മുന്തിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൃതികളിൽ പ്രസിദ്ധമാണ്. അദ്ദേഹം മരിക്കുന്നത് 656 ഹിജറ വർഷം. അദ്ദേഹം ഒരു ദുൽഖഅദ മാസം ഈജിപ്തിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടുവെന്നാണ്. ജനിച്ചത് ഈജിപ്തിലാണ്, വളർന്നതൊക്കെ സിറിയയിലായിരുന്നെങ്കിലും മരണപ്പെട്ടതും ഈജിപ്തിൽ തന്നെയാണ്. അന്ന് മരിക്കുമ്പോൾ 75 വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദാറുൽ ഹദീസ് അൽ കാമിലിയയിൽ വെച്ചായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ കൈറോയിലെ പ്രശസ്തമായ അൽ ഖറാഫയിൽ മഖ്ദിസി കുടുംബത്തിന്റെ മഖ്ബറയിൽ അദ്ദേഹം മറമാടപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പോന്നിട്ടുള്ളത്. പോട്ടെ, ഇനി അദ്ദേഹത്തിന്റെ അത്തർഗീബ് വത്തർഹീബ്. ഞാൻ പറഞ്ഞു ഈ ഒരു കൃതിയെ ചിലപ്പോൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരാൾ ഇമാം അൽബാനി ആയിരിക്കും. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കൃതിക്ക് സ്വഹീഹും വഈഫുകളും രചിച്ചത് കാണാം. സുനനുകളെ അദ്ദേഹം വേർതിരിച്ചതുപോലെ ഇപ്പോൾ സുനൻ അബീ ദാവൂദിനും സുനന് തുർമുദിക്കും സുനന് നസായിക്കും സുനന് ഇബ്നു മാജക്കും ഒക്കെ അദ്ദേഹം തഖ്രീജ് ചെയ്തിട്ട് അതിലെ സ്വഹീഹുകളെയും വഈഫുകളെയും വേർതിരിച്ചു. എന്നിട്ട് ഹുക്കുമുകൾ പറ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കാണില്ല ഹുക്കുമ് സ്വഹഹഹു അൽ അൽബാനി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ശ്രേണിയിലെ കൃതികൾ സുനനുകളെ അദ്ദേഹം അങ്ങനെ വേർതിരിച്ച് എഴുതിയത് കൊണ്ടാണ്. സിൽസിലത്തുൽ അഹാദീസ് ദഈഫ, സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്നൊക്കെ നമ്മൾ വായിച്ചു പോകുന്ന ഇമാം അൽബാനിയുടെ ചരിത്രത്തിൽ വിശദീകരിച്ചു പോകുന്ന ഭാഗമാണ്. അതുപോലെ അദ്ദേഹം നടത്തിയ ഒരു അധ്വാനമാണ് തർഗീബ് വ തർഹീബിന് സ്വഹീഹ് തർഗീബ് വ തർഹീബ് എന്ന കൃതി അദ്ദേഹം രചിച്ചു. കാരണം ഇതിൽ വന്ന സ്വഹീഹുകളെ മാത്രം ആ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിച്ചു. അതുപോലെ തന്നെ ദഈഫ് തർഗീബ് വ തർഹീബ്, അങ്ങനെയാണ് ഈ ഒരു തഹ്ഖീഖ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ കൃതിക്ക് ചെയ്തപ്പോഴാണ് ആ കൃതിയുടെ പ്രത്യേകതയെ അധിക ആളുകളും ആധുനിക പണ്ഡിതന്മാരൊക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും ഒരുപാട് ആളുകൾ ഹദീസ് ഗ്രന്ഥത്തെ വായിക്കുന്നു, അതിൽ നിന്ന് ഉപകാരം നേടിയെടുക്കുന്നു. ഒരു സംസ്കരണ രീതിയിൽ വളരെ ലളിതമായി പെട്ടെന്ന് ഒരാൾക്ക് വായിക്കാനും പഠിക്കാനും ഈമാനിനെ വർദ്ധിപ്പിക്കാനും പറ്റുന്ന പാകത്തിലുള്ള ക്രോഡീകരണമാണ് ഹദീസുകളെ അദ്ദേഹം അതിലെന്ത് ചെയ്തിട്ടുള്ളത്, ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളത്. കേവലം ഒരു കർമ്മശാസ്ത്ര നിയമങ്ങൾക്ക് അനുസൃതമായി ഫിഖ് പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതം നന്നാക്കാൻ പറ്റുന്ന തരത്തിൽ പെട്ടെന്ന് കർമ്മങ്ങളോടൊരു ആവേശം തോന്നുക, ഹറാമുകളോടൊരു ഭയം തോന്നുക, ആ രീതിയിലുള്ള ഹദീസുകളെയാണ് അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയത്. 5000-ഓളം വരുന്ന ഹദീസുകൾ ആ ഒരു കൃതിയിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അത് എഡിഷനുകൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ എന്നാലും ഏകദേശം 5000-ലേറെ ഹദീസുകൾ ആ ഗ്രന്ഥത്തിലുണ്ട്. വിഷയാടിസ്ഥാനം ഒക്കെ 1, 2, 3 എന്നല്ല, വിഷയാടിസ്ഥാനം കിതാബുകളുണ്ട്, ബാബുകളുണ്ട് അല്ലെ, കിതാബുകൾ പ്രത്യേക അധ്യായങ്ങൾ, അത് കഴിഞ്ഞ് ഉപാധ്യായങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിലൊരു ഹദീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹദീസ് ആരാ റിവായത്ത്, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നാണോ, റവാഹുൽ ബുഖാരി എന്ന് എഴുതിയിട്ടുണ്ടോ,
ഇമാം മുസ്ലിമിൻ്റെ സ്വഹീൽ നിന്നാണോ? റവാഹു മുസ്ലിം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓതൻറ്റിസിറ്റി പലപ്പോഴും അതിൽ സ്വഹിയായ ഹദീസുകളെ നമുക്ക് ഇത് സ്വഹിയാണ് എന്ന് ഇമാം മുന്തിരി പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ചില ഹദീസുകൾ ഇദ്ദേഹം ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാം. ഇത് ദുർബലമാണ്, ദഈഫാണ് എന്നും ഇമാം മുന്തിരി രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ ഇമാം മുന്തിരി സ്വഹിയാണ് എന്ന് പറഞ്ഞതിൽ പലപ്പോഴും അതിൽ പിന്നീട് പഠനം നടത്തിയപ്പോൾ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർക്ക് അതിലുള്ള ദോഫുകളെയും നക്കാറത്തുകളെയും വിശദീകരിക്കുമ്പോൾ അതിനെ ദഈഫിൻ്റെ കാറ്റഗറിയിൽ, ഇദ്ദേഹം സ്വഹീഹാണ് എന്ന് പറഞ്ഞതിന് ദഈഫിൻ്റെ കാറ്റഗറിയിൽ ഇമാം അൽബാനിയൊക്കെ ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും. അതൊക്കെ അവരുടെ പഠനങ്ങളിൽ, വലിയ ഗവേഷണങ്ങളിൽ അവർ ചെയ്തു വച്ച അധ്വാനങ്ങളാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഏതായാലും സത്യവിശ്വാസികളുടെ ആത്മീയമായൊരു സംസ്കരണത്തിന് ഈ കൃതി വല്ലാതെ വലിയ ഒരു സ്വാധീനം, വലിയ ഒരു സ്വാധീനം ഈ ഒരു കൃതിക്കുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അതിൽ ആ ഒരു ഗ്രന്ഥത്തെ ആശ്രയിക്കേണ്ടവരാണ്. ആ ഒരു ഗ്രന്ഥത്തിലൂടെ ഹദീസ് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നർത്ഥം. തർഗീബ് വ തർഹീബിൽ നിന്ന് നമ്മളൊരു ഹദീസ് വായിക്കുന്നു. ആ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരുപാട് ഹദീസുകൾ പല ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് തർഗീബ് വ തർഹീബിൽ വളരെ ചുരുങ്ങിയ ഹദീസുകൾ സൽമാനുൽ ഫാരിസി റിവായത്ത് ചെയ്തതുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന 4 കാര്യങ്ങളാണ്. സൽമാൻ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്ത്. സൽമാൻ ഫാരിസി റിവായത്ത് ചെയ്ത് വേറെ കുറേ ഹദീസ്. ഒന്ന്, ഇപ്പോൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കയ്യിൽ അള്ളാഹു ഒന്നും വെച്ചു കൊടുക്കാതെ മടങ്ങൂല, അങ്ങനെ മടങ്ങാൻ അള്ളാഹുവിന് ലജ്ജയാണ്, നാണമാണ് എന്ന് പറഞ്ഞ ഹദീസ് സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്തതായി സ്വഹീഹ് തർഗീബ് വ തർഹീബിൽ നമുക്ക് കാണാൻ കഴിയും. വേറെയും കുറേ കൃഷി സംബന്ധമായ ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ വുദു എടുത്തിട്ട് വീട്ടിൽ നിന്ന് വുദു എടുത്തിറങ്ങി പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥിയാണ് അയാൾ. കാരണം ഓരോ നടത്തവും അള്ളാഹുവിലേക്കുള്ള, അള്ളാഹിൻ്റെ സൽക്കാരത്തിലേക്കുള്ള യാത്രയാണ്. അയാൾക്ക് പാപമോചനമാണ്, മഗ്ഫിറത്താണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ്. ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുത്തു, അയാൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കണം, അയാളുടെ പിന്നിൽ 2 മലക്കെങ്കിലും അയാളുടെ പിന്നിൽ നമസ്കരിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. ബാങ്കും കൊടുത്ത് ഇക്കാമത്തും കൊടുത്താണ് ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ കണ്ണെത്താ ദൂരത്തേക്ക് വരെ പ്രവിശാലമായ മലക്കുകളുടെ ഒരു സഞ്ചയം അയാളുടെ പിന്നിൽ അണിനിരക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എന്ത് ചെയ്തിട്ടുണ്ട് ഈ സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത ഹദീസുകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ കുറേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് 100-ൽ 1 അംശം അള്ളാഹു ഭൂമിയിലിറക്കി, ബാക്കി 99 മുഅ്മിനുകൾക്ക് വേണ്ടി അള്ളാഹു പാത്തുവച്ചതാണ് എന്ന് പറയുന്ന ഹദീസ് പരിചയപ്പെടുത്തിയത് സൽമാനുൽ ഫാരിസിയാണ്. ഇന്ന് സൽമാനുൽ ഫാരിസിയുടെ ഒരു ഹദീസിനെ വായിക്കാമെന്ന് തോന്നിയത് അത് സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന 4 കർമ്മങ്ങളെ സംബന്ധിച്ചാണ്. അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. قال المصنف رحمة الله عليه إمام منذري رحمة الله عليه പറഞ്ഞു عن سلمان الفارسي رضي الله عنه عن سلمان الفارسي رضي الله عنه قال സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സൽമാൻ എന്നുള്ളത് ഗൈറു മുൻസരിഫായ ഫഅലാൻ വസന ആയതുകൊണ്ടാണ് അൻ സൽമാനി എന്ന് പറയാതെ അൻ സൽമാന എന്ന് പറഞ്ഞത്. അൻ ഉമറ എന്ന് പറയും, അൻ ഉമരി എന്ന് പറയും. അൻ എന്നുള്ളത് ഒരു ജാറ് മജ്റൂറാണ്, ജറ് ചെയ്യുന്ന ഒരു ഹർഫാണെങ്കിൽ നമ്മളോട് ജറല്ല ചെയ്തത്, കസ്റല്ല കൊടുത്ത് ഫത്ഹാൻ. അൻ സൽമാന, കാരണം സൽമാൻ ഫഅലാൻ വസന ആയതുകൊണ്ടാണ്. അൽ ഫാരിസിയു റളിയല്ലാഹു അൻഹു, അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞിരിക്കുന്നു, അർബഉൻ മൻ കുന്ന ഫീഹി കാന ഫീ ജിവാരില്ലാഹി അസ്സ വജൽ. 4 കാര്യം ആരിലെങ്കിലും ഉണ്ടോ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. ജിവാർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അരികത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹ് അവനൊപ്പമാണ്. ശരിക്കും ജാറ് എന്ന് പറയും അയൽവാശിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ജാറ് ജറ് ചെയ്യുക എന്നുള്ളതാണ്. അയൽവാശിക്ക് പറയും ജാർ, അല്ലെ ജീറാൻ അതാണ്. അള്ളാഹു സ്വർഗത്തിൽ അയൽവാസിയായ എങ്ങനെ ഉണ്ടാവും? അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. സൂറത്തുൽ ഖമറിൽ ഒരായത്തുണ്ട്, ഇൻദ മലീക്കിൻ മുഖ്തജിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവർ രാജാതിരാജനായ അള്ളാഹുവിനോടൊപ്പമാണ്. അല്ലേ? ആ ആയത്ത് ഫി ജന്നാത്തിൻ വനഹർ, അരുവികളൊഴുകുന്ന പുഴകളും അരുവികളുമുള്ള തോട്ടങ്ങളിൽ, ഇൻദ മലീക്കിൻ മുഖ്തജിർ. ഭയങ്കര രസമാണ് ആയത്ത്. സൂറത്തുൽ ഖമറിൻ്റെ അവസാന ഭാഗങ്ങളിൽ അള്ളാഹു പറഞ്ഞു പോകുന്ന ആയത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ സംബന്ധിച്ചാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് സ്വർഗ്ഗക്കാർക്ക് കിട്ടുന്ന ഭാഗ്യം. ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചതും അതാ. റസൂലുള്ളാഹി പറയാൻ അർബഉൻ മൻ കുന്ന ഫീഹി കാന ഫീ ജിവാരില്ലാഹി അസ്സ വജൽ. 4 കാര്യങ്ങളുള്ളവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനാണ്.
പ്രതാപിയും മാന്യനുമായ അള്ളാഹു അസ്സ വജല്ല എന്ന അള്ളാഹുവിൻ്റെ നാമം വരെ അവിടെ എടുത്തു കൊടുത്തു. അള്ളാഹിൻ്റെ പ്രത്യേകത വരെ അവിടെ എടുത്തു കൊടുത്തു. മാത്രവുമല്ല വവജബതു ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം ഉറപ്പായിരിക്കുന്നു. പടച്ചറബിൻ്റെ സംരക്ഷണം മാത്രമല്ല, ദുനിയാവിൽ അള്ളാഹിൻ്റെ കാവൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹു ഒരുക്കിയ സ്വർഗം, മുത്തഖീങ്ങൾക്കുള്ള സ്വർഗം വജബത്ത്, അവൻക്ക് വാജിബാൻ, നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അറിയില്ല. ഏതാണ് 4 കാര്യങ്ങൾ? ഒന്ന് സിദ്ഖുൽ ലിസാൻ. സിദ്ഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു നാവ് ഉണ്ടാവുക എന്നുള്ളതാണ്. നുണ പറയരുത്, അനാവശ്യം പറയരുത്. അതുപോലെ തന്നെ കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത്, സത്യസന്ധതയിൽ നിലകൊള്ളുക. അങ്ങനത്തെ ഒരു നാവുണ്ടോ? വഅദാഉ അമാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവയെ വിശ്വാസ്യതയോടുകൂടി നിറവേറ്റുക. കുറേ ആൾക്കാർ പലതും തന്നെ ഏൽപ്പിച്ചതുണ്ടാവും. അത് ചിലപ്പോൾ വാക്കാകാം, ചിലപ്പോൾ വസ്തുക്കളാകാം, ചിലപ്പോൾ വേറെന്തെങ്കിലും വിശ്വാസമായ കാര്യങ്ങളാകാം. ആ അമാനത്തിനെ അത് അമാനത്താണ്, വിശ്വസിച്ചേൽപ്പിച്ചതാണ് എന്നുള്ള ബോധ്യത്തിൽ അതിൻ്റേതായ രൂപത്തിൽ നിറവേറ്റാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വഫാഉ അഹ്ദിൻ, കരാറുകളുണ്ടാകും. പലരോടും വെച്ച ഉടമ്പടികൾ, തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ നിലകൊണ്ട കരാറുകളെ പൂർത്തീകരിച്ചവരാണോ? അല്ലേ? കരാറ് പൂർത്തീകരിക്കുക എന്നുള്ളത് വിശ്വാസിൻ്റെ പ്രത്യേകത. പൂർത്തീകരിക്കാതിരിക്കൽ കപടവിശ്വാസിയുടെ പ്രത്യേകതയാണ്. നുണ പറയുക എന്നുള്ളതും കപടവിശ്വാസിയുടെ പ്രത്യേകതയാണ്. സത്യം പറയുക എന്നുള്ളത് വിശ്വാസികളുടെ പ്രത്യേകതയാണ്. അമാനത്തുകൾ നിറവേറ്റുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അമാനത്തുകളിൽ വീഴ്ച വരുത്തലും ചതി കൊണ്ട് വരലും ആരുടെ പ്രത്യേകതയാണ്? അത് മുനാഫിക്കിൻ്റെ പ്രത്യേകതയാണ്. ചതിക്കുന്നവൻ, വഞ്ചിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത്തെ കാര്യം വബസ്തു ഖുൽഖിൻ, നല്ല വിട്ടുവീഴ്ചയുള്ളൊരു സ്വഭാവം, നല്ല ഹൃദയവിശാലതയുള്ള, തെളിമയുള്ള, പുഞ്ചിരിക്കുന്ന മുഖം, അതുപോലെ തന്നെ എളിമയുള്ള ഒരു സൽസ്വഭാവം, വിനയം, ആളുകളോടുണ്ടാകുന്ന സമീപനങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവങ്ങൾ, സത്യസന്ധത, സൽസ്വഭാവം, ഈ വിശ്വസിച്ചേൽപ്പിച്ചവയോടുണ്ടാകുന്ന പൂർത്തീകരണം, കരാർ പൂർത്തീകരണം, ഈ 4 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചുവോ അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹു ഒരുക്കിയ സ്വർഗവും അയാൾക്കുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. സത്യസന്ധത എന്തായാലും നന്മകളിലേക്ക് നയിക്കുക. അൽ ബിർറു അല്ലേ, റസൂലുള്ളാഹി പറഞ്ഞു അസ്സിദ്ഖു യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത ബിറുകളിലേക്ക് നയിക്കും. നന്മകൾ, ജീവിതത്തിൽ ഒരുപാട് നന്മ ഉണ്ടാവും. ഈ നന്മകളൊക്കെ നമ്മളെ നയിക്കുന്നത് അൽ ബിർറു യഹ്ദി ഇലൽ ജന്ന, ഒരു ബിർറ് നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെയാണ് അമാനത്ത്, അല്ലേ? ഒരാൾ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും പാലിക്കാൻ പറ്റിയാൽ അത് പാലിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ കാര്യവുമാണ്. കരാർ പൂർത്തീകരിക്കുക എന്നുള്ളതും പ്രത്യേകത. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു എടുത്തു പറഞ്ഞു. രണ്ടും പറഞ്ഞു, അമാനത്തുകളെയും അഹ്ദുകളെയും പൂർത്തീകരിക്കുന്ന ആളുകൾ, അതിനെ കൃത്യമായി പരിഗണിക്കുന്ന ആളുകൾ, അതിനെ സംരക്ഷിച്ചു പോരുന്ന ആളുകൾ. സ്വഭാവം എന്ന് പറയുന്നതും ഹദീസുകളിൽ വിശാലമായി പ്രതിപാദിക്കപ്പെട്ട സംഭവങ്ങളാണ്. അസ്ഖലു ഷൈഇൻ ഫിൽ മീസാൻ, ഒരു സത്യവിശ്വാസിയുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖുലുഖാണെന്നാണ്. സ്വഭാവം നന്നാക്കിയവന് അള്ളാഹുവിൻ്റെ അരികിൽ ഞാൻ ഒരു വീട് കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൽ വീട് കിട്ടാൻ വേണ്ടി ഞാൻ വാദിക്കുമെന്നാണ്. അന സഈമുൻ ബിബൈത്തിൻ ഫി റബദിൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ? സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ വീട് കിട്ടുന്നതാണ്. അന സഈമുൻ ബിബൈത്തിൻ ഫി അഅലൽ ജന്ന ലിമൻ ഹസുന ഖുലുഖുഹു, സ്വഭാവം നന്നാക്കിയ ആൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ അഥവാ ഏറ്റവും മധ്യഭാഗത്ത് വീട് കിട്ടാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് വാദിക്കും, അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ, അല്ലേ? ആ സ്വഭാവം നന്നാവുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ പ്രത്യേകത. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അബൂദർദാഇന്റെ രാത്രികളിലെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് അബൂദർദാ ഒരുമിച്ച് നമസ്കരിക്കാറുണ്ടായിരുന്നു. അബൂദർദാഇന്റെ ഒരു പ്രാർത്ഥന, അള്ളാഹുവേ നീ എൻ്റെ രൂപം നന്നാക്കിയ പോലെ എൻ്റെ സ്വഭാവം നന്നാക്കി തരണേ, അല്ലാഹുമ്മ അഹ്സിൻ ഖുൽഖി കമ അഹ്സൻത ഖൽഖി എന്ന് അബൂദർദാ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയുന്നു. ഇതാണ് നബി വചനം. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കാനുണ്ടെങ്കിലും വളരെ സംക്ഷിപ്തമായി ആ ഹദീസിനെ പറഞ്ഞു വച്ചു. ആരാണ് സൽമാനുൽ ഫാരിസി? സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ ഒരുപാട് കീർത്തിയും ഒരുപാട് മഹത്വവുമുള്ള പ്രവാചക അനുചരൻ. ആദ്യം ഒരു അഗ്നി ആരാധകനായിരുന്നു, മജൂസിയായിരുന്നു. കാരണം വാപ്പ അതേന്നു. പിന്നെ അവിടുന്ന് തെറ്റി, വാപ്പാനെറ്റി തെറ്റി. ആ മതം ശരിയല്ല, ആ വിശ്വാസം ശരിയല്ല,
അതൊരിക്കലും നേരായ മാർഗമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ നാട് വിട്ടു എന്നാണ്. അദ്ദേഹം പിന്നെ ജനിച്ചു വളർന്നത് പേർഷ്യയിലാണ്. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം നാട് വിട്ടെത്തിയത് സിറിയയിലേക്കാണ്. സിറിയയിൽ ഒരു ജൂതന്റെ അരികിൽ കുറെ കാലം താമസിച്ചു. അവിടെ ജൂതന്റെ അരികിൽ ജൂതനെ പിന്നെയാണ് കണ്ടോട്ടോ. ഒരു മിനിറ്റ്, ആദ്യം മുതൽ മജൂസിന്റെ അവിടെ നിന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നു. ഓക്കെ. അഗ്നി ആരാധനയോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സ് സമരസപ്പെട്ടില്ല. പിതാവിനോട് തെറ്റി പിന്നീട് ആ പേർഷ്യയിൽ നിന്ന് അദ്ദേഹം നാടുവിടാൻ. പേർഷ്യയിലെ വലിയൊരു സമ്പന്ന കുടുംബത്തിലായിരുന്നു സൽമാൻ അൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഭയങ്കര പൈസക്കാരനാണ് അദ്ദേഹത്തിന്റെ പിതാവ്, കുടുംബവും. പക്ഷേ ഈ ഒരു മജൂസി എന്ന മതം, അഗ്നി ആരാധന, അദ്ദേഹത്തിന്റെ മനസ്സതിനോട് സമരസപ്പെട്ടില്ല. അതിനോട് ഭാഗവാക്കാവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനെ ഉപേക്ഷിച്ചു, നാടുവിടേണ്ടി വന്നു. പിന്നീട് സിറിയയിലേക്ക് ചേക്കേറി. സിറിയയിൽ ഒരു ക്രൈസ്തവ കുടുംബം അദ്ദേഹത്തെ പോറ്റി വളർത്തിയെന്നാൽ ഒരു ക്രിസ്തുമതം അവിടെ സ്വീകരിച്ചു. അവിടെ കുറേ സത്യവിശ്വാസം തേടി വിവിധ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി. ആദ്യകാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചൊക്കെ കേൾക്കുന്നതിന് മുന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ അദ്ദേഹം ചെലവഴിച്ചിരുന്നുവെന്നാണ്. സിറിയയിലെ ഒരു പണ്ഡിതൻ അയാൾ മരിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്, സൽമാൻ അൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അന്ത്യപ്രവാചകന്റെ കടന്നുവരവിനെ സംബന്ധിച്ച്. അറേബ്യൻ മണ്ണിലായിരിക്കും കടന്നുവരവെന്നും ഈച്ചപ്പനകൾ തിങ്ങി നിറയുന്ന നാട്ടിലേക്ക് അദ്ദേഹം ഹിജറ പോകുമെന്നും, മാത്രമല്ല അദ്ദേഹം ഒരിക്കലും ദാനം സ്വീകരിക്കുന്നവനല്ല, സദക്ക വാങ്ങുന്നവനല്ല, എന്നാൽ ഹദിയകളെ സ്വീകരിക്കുമെന്നും, എന്നാൽ അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു നുബൂവത്തിന്റെ അടയാളത്തെ, ഒരു പ്രവാചക മുദ്രയെ നിനക്ക് കാണാൻ കഴിയുമെന്നും മരണസമയത്ത് വസിയത്തെന്നോണം ഒരു ക്രൈസ്തവ പാതിരി അദ്ദേഹത്തിന് പറഞ്ഞെടുത്തു. പിന്നെ അദ്ദേഹം അതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. ഈ പ്രവചനം കേട്ട് പിന്നീട് അദ്ദേഹം അറേബ്യയിലേക്ക് യാത്ര പോയി. അറേബ്യൻ മണലാരണ്യത്തിലേക്ക് യാത്ര പോകുന്നതിനിടയിൽ വഞ്ചിക്കപ്പെട്ട് അദ്ദേഹം ഒരു ജൂതന്റെ അടിമയായി തീരേണ്ടി വന്നുവെന്നാണ്. ഒരു ജൂതന്റെ അടിമയായി കുറച്ചു കാലം കഴിയേണ്ടി വന്നു. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാറുണ്ട്. പക്ഷെ ഇസ്ലാം ആശ്ലേഷിക്കണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ കൂടണമെങ്കിൽ, ചേരണമെങ്കിൽ ചില കടുത്ത ഉടമ്പടികൾ, കടുത്ത തീരുമാനങ്ങൾ യജമാനൻ എന്നോണം ആ ജൂതനുണ്ടായിരുന്നു. അത് നിറവേറ്റിയാൽ മാത്രമേ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ടാവുകയുള്ളൂ, അതിനുള്ള സാഹചര്യം ഒരുങ്ങുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിഭവം പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസിക്ക് വേണ്ട ചെയ്ത സഹായങ്ങൾ, അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത പ്രവാചകന്റെ അങ്ങേയറ്റത്തെ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ള ചെയ്ത ചില പ്രവർത്തനങ്ങൾ, അതൊക്കെ ഒരു പക്ഷേ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് തവണ കേട്ടുപോയതായിരിക്കാം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചക അനുചരന്മാരിൽ വിശിഷ്ടനാക്കുന്ന വിധം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. 300 ഈത്തപ്പന തൈകൾ നടണമെന്നാണ് ജൂതന്റെ കൽപ്പന. 300 ഈത്തപ്പനത്തടകൾ നട്ടാ പോരാ, അതിനെ നനക്കണം. അത് നനഞ്ഞ് അതിൽ നിന്നൊന്നും ഉണങ്ങാതെ അതിൽ നിന്ന് നല്ല സമൃദ്ധമായ ഈത്തപ്പഴകൾ കായ്ക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അടിമമോചനം സാധ്യമാവുള്ളൂ. എന്നാലേ ഇസ്ലാം ആശ്ലേഷിക്കാൻ പറ്റുള്ളൂ. അതും പോരാ, അത് കഴിഞ്ഞിട്ട് 1.5 കിലോ വരുന്ന, ഏകദേശം 1.6 കിലോഗ്രാം വരുന്ന സ്വർണ്ണ നാണയങ്ങൾ, സ്വർണം എന്ത് ചെയ്യണം, സമർപ്പിക്കണമെന്നാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു വളരെ ദരിദ്രനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ അധ്വാനമാണ്, ഒരിക്കലും അയാൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹം പ്രവാചകന്റെ നുബുവത്തിനെ തിരിച്ചറിഞ്ഞവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവത്തെ കണ്ടറിഞ്ഞവനാണ്. മാത്രവുമല്ല, സദക്ക സ്വീകരിക്കൂല എന്ന മരണരംഗത്ത് പാതിരി പറഞ്ഞ വർത്തമാനത്തെ ഇദ്ദേഹം പരിശോധിക്കുകയും ചെയ്തവനാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കുറച്ച് ഈത്തപ്പഴവുമായി നബിയുടെ അരികിൽ ചെന്നു. നബിയെ, ഇത് സദക്കയായി സ്വീകരിക്കണം. റസൂലുള്ളാഹി അതിനെ വാങ്ങിയിട്ട് അരികത്തുണ്ടായിരുന്ന സ്വഹാബത്തിന് അത് വിതരണം ചെയ്തു. റസൂലുള്ളാഹി അതിൽ നിന്ന് ഒന്നുപോലും കഴിച്ചില്ല എന്നാണ്. പിന്നീട് ഒരിക്കൽ ഹദിയ എന്നോണം, സമ്മാനം എന്നോണം കുറച്ച് സംഗതി റസൂലുള്ളാഹിക്ക് കൊണ്ടേ കൊടുത്തു. റസൂലുള്ളാഹി അതിൽ നിന്ന് ഭക്ഷിച്ചു എന്നുള്ളത് ആ പാതിരി പറഞ്ഞ പ്രവാചക നുബുവത്തിന്റെ അടയാളമായി സൽമാനുൽ ഫാരിസിയുടെ മനസ്സിൽ തറച്ചതാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരണം, എന്തും സഹിച്ച്, എന്തും കൊടുത്ത്, ഈ പറഞ്ഞ എല്ലാവിധ ഉപാധികളെയും മറികടന്ന്
മുസ്ലിം ആവണമെന്ന അതിയായ മോഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു, സൽമാൻ, നിന്നെ സഹായിക്കാൻ സ്വഹാബത്തുകളുണ്ട്. സ്വഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞു, സൽമാനെ നിങ്ങൾ സഹായിക്കുക. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അവരും അവരുടെ കൈകളിലുള്ള ഈത്തപ്പന തൈകളെ കൊണ്ടുവന്നു. 20 ഈത്തപ്പന തൈകൾ കൊടുത്തവരുണ്ട്, 10 കൊടുത്തവരുണ്ട്, അതുപോലെ തന്നെ അതിലേറെയും അതിൽ കുറവും ഒക്കെ കൊടുത്ത ആളുകളുണ്ട്. 300ഓളം ഈത്തപ്പന തൈകളെ അദ്ദേഹം ഒരുമിച്ച് ചേർത്തു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അത് കുഴിക്കാൻ പോകുമ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, നീ കുഴിയെടുക്കുക, എന്നാൽ കുഴിയിലേക്ക് ഈത്തപ്പന വെക്കുമ്പോൾ എന്നോട് പറയണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നബിയുടെ കൽപ്പനയെ അദ്ദേഹം മാനിച്ചുകൊണ്ട് കുഴിയെടുക്കാൻ തുടങ്ങി. 300 ഈത്തപ്പനകൾക്കുള്ള കുഴികൾ അദ്ദേഹം കുഴിച്ചെടുത്തു. അതിലേക്ക് ഓരോന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൾ കൊണ്ട് ഈത്തപ്പനയെ പ്രവാചകനം ചെയ്തു. ആ കുഴികളിലേക്ക് അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് റസൂലുള്ള നിറച്ചു വെച്ചു എന്നാൽ, റസൂലുള്ള മണ്ണിട്ടു വന്നാൽ 300 ഈത്തപ്പനകളും ഒന്നുപോലും ഉണങ്ങാതെ സമൃദ്ധമായി ഈത്തപ്പഴം നൽകുന്ന മരങ്ങളായി അതിവേഗം വളർന്നുവെന്നുള്ളത് പ്രവാചകന്റെ നുബുവത്തിനെ സൂചിപ്പിക്കുന്നതായി ചില ഹദീസുകളിൽ നമ്മൾ വായിച്ചു പോയതായിരിക്കാം. നബിയുടെ ഒരു മുഅ്ജിസത്തായി അതിനെ സ്വഹാബത്ത് കണ്ടിരുന്നു എന്നുള്ളതും. പക്ഷേ ചില റിവായത്തിൽ കാണാം അതിൽ ഒരു ഈത്തപ്പന ഉണങ്ങി. അപ്പോൾ അതിനെ പരിശോധിച്ചപ്പോൾ അത് റസൂലുള്ള കുഴിച്ചിട്ടതായിരുന്നില്ല, അത് വേറൊരു സ്വഹാബി കുഴിച്ചിട്ടതാണ്. റസൂലുള്ള അതിനെ മാറ്റിയെടുത്ത് പിഴുതെറിഞ്ഞിട്ട് റസൂലുള്ള തന്നെ വേറെ ഒന്ന് അവിടെ കുഴിച്ചിട്ടു എന്നും എന്ത് ചെയ്തിട്ടുണ്ട് ചില റിവായത്തുകളിൽ ആ സംഭവത്തെ ഇമാം അഹമ്മദിന്റെ ഒക്കെ റിവായത്തിലാണ് ഈ സംഭവം പറഞ്ഞു പോരുന്നത്. ഇബ്നു ഇസ്ഹാഖിന്റെ ഒക്കെ സീറകളിൽ ഈ സംഭവം റിവായത്ത് ചെയ്യപ്പെടുന്നുമുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് സ്വഹീഹാണ്, സ്വീകാര്യമാണ് എന്ന നിലയ്ക്ക് വിധി എഴുതിയതുമായതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു പോയത്. ഏതായാലും 300 ഈത്തപ്പനങ്ങളും സമൃദ്ധിയമായി കാഴ്ചു. പെട്ടെന്ന് തന്നെ അതുണ്ടായി എന്നുള്ളത് വീണ്ടും നുബുവത്താൻ മാത്രവുമല്ല. പിന്നെ റസൂലുള്ള ഒരു കോഴിമുട്ടയുടെ വലിപ്പത്തിലുള്ള ഒരു സ്വർണത്തിൻ്റെ കട്ടി സൽമാനുൽ ഫാരിസിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. സൽമാനുൽ ഫാരിസിയെ ഏൽപ്പിച്ചപ്പോൾ സൽമാനുൽ ഫാരിസി ചോദിക്കാൻ, റസൂലേ, ഇത് ആ പറഞ്ഞ കണക്കുണ്ടാവോ? 1.5 കിലോൻ്റെ അടുത്തുണ്ടാവും. റസൂലുള്ളാഹി, നീ അത് കൊണ്ടുപോവുക, അത് നൽകുക, തൂക്കി നോക്കുക എന്നാൻ. കൊണ്ടുപോയി ആ പറഞ്ഞ തൂക്കം പോലെ അത് തൂങ്ങുകയും ചെയ്തു എന്നാൻ. അത്ഭുതം എന്നുള്ള നിലക്ക് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തായി, നുബുവത്തിന്റെ ഒരു അടയാളമായി ഇസ്ലാമിക ലോകത്ത് നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന ഒരു പ്രവാചകന്റെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ ഒരു വലിയ വിപ്ലവമാണ് ആ സംഭവങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. സൽമാനുൽ ഫാരിസി ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് ഖന്ദഖ് യുദ്ധം, പിന്നെ പിറ്റേ വർഷമാണ് ഖന്ദഖ് യുദ്ധം നടന്നതെന്നാണ്. ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ ശത്രുപാളയങ്ങളിൽ നിന്ന് അരിച്ചു കയറുന്ന ശത്രു സേനകളെ എങ്ങനെ തടഞ്ഞു നിർത്തണമെന്ന പ്രയാസങ്ങളാണ്. അല്ലേ, ഒരു ഭാഗത്ത് നിന്ന് മുശ്രിക്കുകൾ വരുന്നു, ഒരു ഭാഗത്ത് നിന്ന് തന്നെ മുനാഫിക്കുകളുടെ പ്രയാസങ്ങൾ, അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. അതിനപ്പുറത്ത് ജൂതഗോത്രങ്ങൾ ബനു ഖുറൈളയും ബനു നദീറും ഒക്കെ സഖ്യകക്ഷികളായി, അഹ്സാബുകളായി മദീനയിലേക്ക് പ്രവാചകന്റെ ഇസ്ലാമിക രാജ്യത്തെ തകർക്കുവാൻ, ഇസ്ലാമിക പ്രബോധനത്തിന് വിലങ്ങുതടിയാകുവാൻ, അതിനെ നശിപ്പിക്കുവാൻ കടന്നു വന്നപ്പോൾ പ്രവാചകൻ വിഷമിച്ചു. എങ്ങനെ ഇവരെ നേരിടണം? സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞങ്ങൾ പേർഷ്യയിൽ സ്വീകരിച്ചു പോരുന്ന ഒരു യുദ്ധരീതിയുണ്ട്. കിടങ്ങുകൾ എടുക്കുക, കുഴികൾ, വലിയ വലിയ കുഴികൾ, കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും താണ്ടിക്കടക്കാൻ പറ്റാത്ത വിധം, കഴുതപ്പുറങ്ങളിൽ അവർക്ക് ചെന്നെത്താൻ പറ്റാത്ത വിധം വലിയ വലിയ കുഴികൾ തീർക്കുക. മദീനയുടെ ചുറ്റിലും കുഴികൾ തീർക്കുകയും പിന്നീട് സൽമാനുൽ ഫാരിസിയുടെ തന്ത്രപരമായ ആ ഇടപെടലിൽ വിശ്വാസികൾക്ക് വിജയം സമ്മാനിക്കപ്പെട്ടതും അഹ്സാബിന്റെ ഓർമ്മകളായി നമ്മളൊന്നും ഓർത്തുപോരുന്ന സൽമാനുൽ ഫാരിസിയുടെ ജീവിതത്തിലെ ഏറ്റവും അതുല്യമായ ഇടപെടലുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയവരാണ്. സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. അഹ്ലുൽ ബൈത്ത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സൽമാനുൽ ഫാരിസിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായി. സൽമാനുൽ ഫാരിസി ഏത് ഗോത്രക്കാരനാണെന്നുള്ള തർക്കം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് റസൂലുള്ള പറയാണ്, സൽമാൻ എൻ്റെ കുടുംബത്തിലുള്ളതാണ്, അഹ്ലുൽ ബൈത്തിലുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അവിടെ സൽമാൻ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വലിയൊരു ബഹുമതി നൽകുകയാണ് ചെയ്തത് എന്നുള്ളത് കാണാൻ കഴിയും. നബിയുടെ കാലശേഷവും നന്നായി പഠിക്കുകയും അറിവിനെ സമൂഹത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതിൽ സൽമാനുൽ ഫാരിസി മുൻപന്തിയിലുണ്ടായിരുന്നു. നബിയിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ദീൻ പഠിക്കാൻ മുന്നിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം മദീനയുടെ ഗവർണറായി നിലകൊണ്ടിട്ടുണ്ട്. മദീനയുടെ ഗവർണറായ സമയത്തും വളരെ ലളിതമായ ജീവിതമായിരുന്നു സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖമുദ്രയായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരുപാട് സംഭവങ്ങളാൽ സംഭവ ബഹുലമാണ് സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം എന്നുള്ളത് നമുക്കറിയാം. വളരെ ചുരുക്കി ചില കാര്യങ്ങളെ വിശദീകരിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലേ, സൽമാനെ സഹായിക്കുക
സഹായിക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഉപയോഗിച്ച വാക്ക് നിങ്ങളുടെ സഹോദരനായ സൽമാനെ സഹായിക്കുക എന്നാണ്. ജീവിതത്തിൽ നമുക്കും ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരെ നമ്മൾ സഹായിക്കുക, നന്മകളിൽ അവരോടൊപ്പം പങ്കുചേരുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.